കൊച്ചിയിൽ കനത്ത മഴയെ തുടർന്ന് നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. പനമ്പിള്ളി നഗർ, ഇടപ്പള്ളി, പാലാരിവട്ടം ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ടുണ്ടായത്. കാക്കനാട് ഇൻഫോ പാർക്കിലും വെള്ളം കയറി. ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ജീവനക്കാരുടെ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് കൊച്ചിയിൽ മഴ ശക്തമായത്. പകൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നെങ്കിലും വൈകിട്ടോടെ എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും മഴ കനക്കുകയുമായിരുന്നു. അപ്രതീക്ഷിതമായി പേമാരിയെത്തതോടെ നഗരം അല്പനേരം സ്തംഭിച്ചു. പനമ്പള്ളി നഗർ, ഇടപ്പള്ളി, പാലാരിവട്ടം മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടായതോടെ വാഹന ഗതാഗതം നിശ്ചലമായി. കാക്കനാട് ഇൻഫോ പാർക്കിലും വെള്ളം കയറി. ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ജീവനക്കാരുടെ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി. മെട്രോ നിർമ്മാണം നടക്കുന്ന ഇൻഫോ പാർക്ക് പ്രദേശങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ തകരാറിലായതാണ് രൂക്ഷമായ വെള്ളക്കെട്ടിനിടയാക്കിയത്. ഇൻഫോ പാർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ, വിസ്മയ, തപസ്യ, ലുലു, സൈബർ ടവർ എന്നീ പ്രധാന സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് പ്രധാനമായും രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായത്. ഇതോടെ ജോലി കഴിഞ്ഞ് ജീവനക്കാർക്ക് പുറത്തേക്ക് പോകാൻ കഴിയാതായി. എന്നാൽ പതിവായി വെള്ളക്കെട്ടുണ്ടാകുന്ന MG റോഡ് ഉൾപ്പെടെയുള്ള നഗരഹൃദയഭാഗത്ത് ഇത്തവണ കാര്യമായ വെള്ളക്കെട്ടുണ്ടായില്ല. സർക്കാരും ജില്ലാ ഭരണകൂടവും കൊച്ചി കോർപ്പറേഷനും ചേർന്ന് നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ വിജയമായതിനെ തുടർന്നാണ് പലയിടത്തും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞത്. കൈരളി ന്യൂസ്, കൊച്ചി.